ശരിക്കും ഒരു കിഡ്നി ഗ്രില്ലിൻ്റെ ഫീലിൽ ഇത് വേറെ ആർക്കെങ്കിലും ഇതേപോലെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലോകമഹായുദ്ധകാലത്ത് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യൻ പിൽക്കാലത്ത് വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയ കഥ, അത് പിന്നീട് ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സസ്പെൻഷനെ നിർമ്മിച്ച കഥ ഒക്കെ സിട്രോൺ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ C5 എയർക്രോസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാനുള്ളത് കൊച്ചിയിലെ ലാ മാൻഷൻ സിട്രോണിലാണ്. നമ്മൾ വന്നിട്ടുള്ളത് സിട്രോണിൻ്റെ ഏറ്റവും പുതിയ C3 ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. ശരിക്കും C3നെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് C3യും C3യുടെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള ഷൈനെയും കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് സിട്രോൺ C3 എന്ന് പറയുന്ന മോഡൽ. ഇവർക്കൊരു ഇലക്ട്രിക് കൂടി ഉണ്ടോ, C3 ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. ഓൾ ഇലക്ട്രിക് ന്യൂ C3 എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഇലക്ട്രിക് കോൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് ശരിക്കും പെട്രോളിലാണ്. ഇവർക്ക് ഇലക്ട്രിക്കലും പെട്രോളും മാത്രമാണ് ഇതുള്ളത്, ഡീസൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ശരിക്കും ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ചധികം കാലമായി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഷൈൻ എന്ന് പറയുന്ന മോഡലിനെ ഒന്ന് പരിചയപ്പെടുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ് ഒരു 8 ലക്ഷം, അതായത് 7.9 ഓർ സംതിങ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഓൺ റോഡ് പ്രൈസ് ആരംഭിക്കുന്നത്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് വരുന്ന സമയത്ത് 11 ലക്ഷത്തിൽ താഴെ, അതായത് 1039, 1040 ആ ഒരു റേഞ്ചിലുമാണ് വരുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു വാഹനമാണ് C3 എന്നുകൂടി പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ സസ്പെൻഷൻ, അത് നമ്മുടെ C5ൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഒരു രക്ഷയുമില്ലാത്ത ഫ്ലോട്ടിംഗ് സസ്പെൻഷനാണ്. ശരിക്കും ഈ C3 ഞാൻ ഓടിച്ചിട്ടില്ല. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. ശരിക്കും അതുപോലത്തെ ഒരു സസ്പെൻഷൻ കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഇത് വേറെ ലെവൽ ഫീലായിരിക്കും എന്നുള്ളതാണ് C3നെ കുറിച്ച് എനിക്ക് ആദ്യം കാണുന്ന സമയത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിട്രോണിൻ്റെ ലോഗോ. 2 ആരോ മാർക്കുകൾ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ലോഗോയും ഫ്രണ്ട് ഫേസും വരുന്നത്. ഒരു ക്രോമിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഒരു ഗ്രിൽ യൂണിറ്റാണ്, അതൊരു പ്രത്യേക പാറ്റേണിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയ, അതുപോലെ ഹെഡ് ലാമ്പ്, അതിനകത്ത് നമുക്ക് DRL യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഹാലജൻ ഹെഡ് ലാമ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ പുതിയ വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത് നമുക്കൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അതായത് ഷൈനകത്ത് മാത്രമാണ് ഫോഗ് ലാമ്പ് ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് അവിടെ ഒരു ഫോഗ് ലാമ്പ് ഹൗസിംഗ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു ബോഡി കളറും ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഷൈൻ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ആ ഒരു ഫോഗ് ലാമ്പാണെന്ന് പറയാം. അപ്പോൾ തന്നെ ഒരു ബോണറ്റിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ നൈസ്, കുറച്ചുകൂടി ഒരു കുഴിഞ്ഞ രൂപത്തിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടോ DRL യൂണിറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇൻഡിക്കേറ്റർ അതിനകത്ത് സിട്രോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ഇങ്ങനെയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീലാണ്. അതൊരു 15 ഇഞ്ച് വീലാണ്. പക്ഷേ ഇതിലേക്ക് വന്നിട്ടുള്ള വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അലോയ് വീൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അലോയ് വീൽ ഉണ്ടായിരുന്നില്ല, ഇതിനകത്തൊരു അലോയ് വീൽ കൂടി കൊടുത്തു. അതൊരു ഡ്യുവൽ ടോളിൽ കൊടുത്തു. സിട്രോണിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. 195, 65, R15 വീലുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതൊരു ആക്സസറീസ് പാക്കാണ്, വൈബ് പാക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വൈബ് പാക്ക് അല്ലാത്തതിനകത്ത് ആ ഒരു ഭാഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ് ഷൈൻ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ വൈബ് പാക്ക്, അതുകൊണ്ട് ഷൈൻ വൈബ് ഡ്യുവൽ ടോൺ, അതായത് ഇതൊരു ഡ്യുവൽ ടോൺ ആണ്, 2 കളർ. ഇപ്പോൾ ഏറെക്കുറെ തത്തുല്യമായിട്ടുള്ള കളർ ടോൺ ആയതുകൊണ്ട് അത് വലിയതായിട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇതൊരു ഡ്യുവൽ ടോൺ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രോണിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ചധികം കോസ്മെറ്റിക്സ് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനും ഷൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ എഞ്ചിനാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി നമ്മുടെ സൈഡ് വ്യൂ മിററിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് അകത്ത് നിന്ന്. നേരത്തെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ C പില്ലറുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡിസൈൻ അട്രാക്ഷനും ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഇനി ഷൈൻ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ബാക്കിലും കുറച്ചധികം ചേഞ്ചസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഡീഫോഗർ ലൈൻസ് അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു റിയർ വൈപ്പർ യൂണിറ്റും നേരത്തെ ഉണ്ടായിരുന്നതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വന്ന സമയത്തുള്ളൊരു ഹൈലൈറ്റ്സ് ആണ്. അതുപോലെ ഇവിടെ നമുക്ക് വാഷർ ഫ്ലൂയിഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്ക് വൈപ്പറിന് വേണ്ടിയിട്ടുള്ള വാഷിംഗ് യൂണിറ്റ് കാര്യങ്ങൾ. അതേപോലെ സിട്രോണിൻ്റെ ലോഗോ, സിട്രോൺ എന്ന് പറയുന്നൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും സിട്രിയോൺ എന്ന് പറയാറുണ്ട്, സിട്രോൺ എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. C3 എന്ന് പറയുന്ന ബാഡ്ജിങ് ഇതൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും കൊണ്ടുവന്നൊരു ബന്ധം നിലനിർത്തിയ പോലെയുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ് യൂണിറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി ഒരു യുണീക്ക് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്. അതുപോലെ തന്നെ ആ ഒരു ബോഡി ഹൈലൈറ്റ്സിനെ കറക്റ്റ് മാച്ച് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ യൂണിറ്റ്, നമ്മൾ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പിനെ കണ്ടതുപോലെ തന്നെ ഒരു പ്രത്യേക ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റിയർ വ്യൂ ക്യാമറ യൂണിറ്റും വന്നിട്ടുണ്ട്. അതായത് ഷൈൻ വേരിയൻറ്റിലേക്ക് വന്ന സമയത്തുള്ള മറ്റൊരു അപ്ഡേഷനായിട്ട് ഇതിനെ നമുക്ക് കാണാം. പിന്നെ ബൂട്ട് പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള നമുക്കൊരു 5ൽ കൂടുതൽ ബാഗ്സൊക്കെ അനായാസേന വെക്കാൻ പറ്റുന്ന തരത്തിലൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേക കാര്യങ്ങളും കൊടുത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സാധാരണ ഇതിൽ കൊടുക്കാറുണ്ട് നമുക്ക് ഹാൻഡിൽ പോലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറ്റൊക്കെ ആവുന്ന സമയത്ത് കൈ ബോഡിയിൽ തട്ടാതിരിക്കാൻ വേണ്ടി, കയ്യിൽ അഴുക്കാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കൊടുത്തിട്ടില്ല, അതുകൂടി കൊടുക്കായിരുന്നു എന്നൊരു സജഷൻ നമ്മളുടെ ഭാഗത്തുനിന്ന് പറയണം. പിന്നെ അതുപോലത്തെ ഒരു കാര്യം കൂടി പറയാം, ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ല, പകരം മുന്നിലൊരു സാധാരണ ആൻറ്റിനയാണ് കൊടുത്തിട്ടുള്ളത്. അതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാ മാനുഫാക്ചറേഴ്സിനും ചെറിയ ചെറിയ കോംപ്രമൈസ് ഒക്കെ വരുത്തേണ്ടി വരും, സ്വാഭാവികമാണ്. ഇനി നമ്മൾ അകത്ത് വിശേഷങ്ങൾ നോക്കാം. അകത്തേക്ക് വരുന്ന സമയത്തും ഷൈൻ വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലായിട്ടാണ് കൊടുത്തുള്ളത്. ഒരു ഡ്യുവൽ ടോൺ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു ഡ്യുവൽ ടോൺ കളർ വരുന്നത്. ആ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ, അതുപോലെ പവർ വിൻഡോ കൺട്രോൾ കാണാം. ഇവിടെ 2 കൊടുത്തിട്ടുള്ളൂ, 2 കൊടുത്തിട്ടുള്ള വേറെ സ്ഥലത്താണ്, അതിലേക്ക് ഞാൻ വരാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ലെതർ അല്ല, ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിയിലാണ് വന്നത്. പക്ഷേ രസമുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം. അതുപോലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും അതുപോലെ തന്നെ സിട്രോണിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ചൊരു രസകരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എന്ന് തന്നെ പറയാം. നമ്മൾ ഡി ഷേപ്പിലാണ്, അതുപോലെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആ ഒരു സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു ഹോണിൻ്റെ ഭാഗമൊക്കെ നമുക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇൻറ്റീരിയർ പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ AC വെൻ്റാണെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BMW കിഡ്നി ഗ്രില്ലിനോടൊക്കെ തത്തുല്യമായി പെട്ടെന്ന് തോന്നാൻ പറ്റുന്ന തരത്തിൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു പ്രീമിയം അപ്പീൽ ശരിക്കും ആ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്തിന് കിട്ടുന്നുണ്ട്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ സൈഡ് വ്യൂ മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഡോർ ലോക്ക്, അതായത് വിൻഡോ ലോക്കിൻ്റെ സിസ്റ്റം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഈ ബട്ടറൊക്കെ നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്, കുഴപ്പമൊന്നുമില്ല, നൈസ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് എന്ന രൂപത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം ചില സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഫ്യൂവൽ, ടെമ്പറേച്ചർ എല്ലാം ഒരു ഡിജിറ്റൽ യൂണിറ്റ് ആയിട്ട് കൊടുത്തുള്ളൂ. പക്ഷേ കുറച്ചുകൂടി കുഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ. ചെറുതാണ്, വളരെ ചെറിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, എന്നാൽ ആവശ്യമുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടർബോയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടയർ മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്കൊരു ഇൻഫോടൈൻമെൻറ്റ് ഭാഗം കാണാം. കുറച്ചും കൂടി ഒരു നീളം കൂടുതലുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഷൈൻ വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത് ഇവരുടെ സിട്രോൺ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനും വരുന്നുണ്ട്. അതിലൊരു 35+ ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിൽ യൂണിറ്റുകൾ, ഇതാണ് ഞാൻ പറയട്ടോ, കിഡ്നി ഗ്രിൽ. ശരിക്കും ഒരു കിഡ്നി ഗ്രില്ലിൻ്റെ ഫീലിൽ ഇത് ശരിക്കും നോക്കിയാൽ വേറെ ആർക്കെങ്കിലും ഇതേപോലെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ, അതൊക്കെ നല്ല വലുപ്പമുള്ള ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു റോട്ടറി സ്വിച്ചിൻ്റെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. 2 കപ്പ് ഹോൾഡറുകളെ കൊടുത്തിട്ടുണ്ട്. താഴെ ട്രാൻസ്മിഷൻ, നമുക്കൊരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടോ. ഈ ഒരു നോബ് കണ്ട സമയത്ത് നമുക്കിങ്ങനെ സാധാരണ ഇതിൽ നമ്മൾ പലയിടത്തും ആ ഒരു ഓട്ടോമാറ്റിക്കിനെ കണ്ട പോലെ ഇതിനകത്തൊരു ഹോളൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു സിൽവർ ഫിനിഷിനകത്താണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗം മാത്രമാണ് ഇത് കുറച്ച് ഹൈറ്റിൽ ഈ ഒരു സെൻറ്റർ ടണൽ വന്നിട്ടുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ഇവിടെ ബാക്കിലത്തെ പവർ വിൻഡോ കൺട്രോളുകൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കാണാം. ഒരു ഹാൻഡ് റെസ്റ്റ് മിസ്സിംഗ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡും നല്ല രസമുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു AC വെൻറ്റ് വരെയുള്ള ഭാഗം നല്ലൊരു പ്രീമിയം ഫീൽ എനിക്ക് കിട്ടിയിട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആ ഒരു ഏരിയനെ നല്ല സൂപ്പറായിട്ട് മൗൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് കാണാം. ഇതിനകത്ത് കുറേ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഷൈൻ വേരിയൻറ്റിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഡയനൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള റിയർ വ്യൂ മിറർ. നേരത്തെ ഒരു ഒന്നുമില്ലാത്തൊരു പ്ലെയിൻ ഇതായിരുന്നു, ഇപ്പം അത് മാറിയിട്ടുണ്ട്. നമുക്ക് മാനുവലി ഡയനൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. ലാമ്പ് ഇവിടെ കാണാം. ഷെയ്ഡ് പ്ലെയിൻ ഷെയ്ഡാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ C3യുടെ ഇൻറ്റീരിയർ സ്പേസ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 7 സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 അവസാനിപ്പിക്കുന്ന ഒരു വാഹനമാണ്. നല്ലൊരു പ്രൈസ് റേഞ്ചുമായിട്ട് എനിക്ക് തോന്നി. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഓടിച്ചിട്ട് നമുക്കത് എങ്ങനെയുണ്ട് എന്ന് കൂടി നോക്കാമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ C5 ഉള്ള ആ ഒരു സസ്പെൻഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ വാഹനമാകട്ടോ.
അപ്പോൾ നമുക്ക് ഒരിക്കൽ ഇത് ഓടിച്ചിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്ക് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോൾ നമുക്കൊരു 4 പേരിൽ ഗ്യാപ്പ് ലെഗ് റൂമുണ്ട്, അതുപോലെ തന്നെ അതേപോലെ 4 പേരിൽ ഗ്യാപ്പ് ഹെഡ് റൂമുണ്ട്. ഈ വാഹനത്തിനകത്ത് സൺറൂഫോ അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. തൈ സപ്പോർട്ടും മോശമൊന്നുമല്ല, സ്ട്രെച്ച് ചെയ്ത് കാലൊക്കെ അതിനകത്തേക്ക് കയറ്റി വെച്ചൊക്കെ ഇരിക്കാം. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒന്ന്, നമുക്കൊരു ആംബ്രസ്റ്റ് ഇവിടെയും കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ അല്ല ബാക്കിലത്തെ ഹെഡ് റെസ്റ്റ്. അപ്പോൾ കൂടി ആയിരിക്കും ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആണെന്ന്, അല്ല ഇതും അഡ്ജസ്റ്റബിൾ അല്ലാതെ തന്നെയാണ് കൊടുത്തുള്ളത്. അപ്പം ഹെഡ് റെസ്റ്റുകളൊന്നും അഡ്ജസ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ വാഹനം ആയതുകൊണ്ട് നമ്മൾ കവറൊന്നും ഊരിയിട്ടില്ല. അതൊരു ഡിസ്പ്ലേ കിട്ടൊരു വാഹനമാണ്. ജസ്റ്റ് നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ബാക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും അതുപോലെ ഇതിനകത്തേക്ക് കയറുമ്പോഴും എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു ഭാഗമാണ്. അതായത് കാല് തട്ടാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ നല്ല നീളമുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കാം. നീളമില്ലാത്ത ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ്. കയറുന്ന സമയത്ത് ഒരു ചെറിയ ഒരു തടസ്സം നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡോർ സൈഡ് കൂടി പറയാം. ഇവിടെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽസ് ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. എവിടെയും ലെതറിൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് നോക്കാം അല്ലേ. യെസ്, ഇനി നമ്മളിതാണ് ഇതിൻ്റെ ഹൃദയം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്രോളിനകത്ത് മാത്രമാണ് ഈ വാഹനം വരുന്നത്. ഒരു ഡീസൽ എൻജിൻ വെക്കാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ പാക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന പാക്കിംഗ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. 2 തരത്തിലുള്ള എഞ്ചിനുകളാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഒന്ന് ഒരു 1198 cc എഞ്ചിൻ, അത് 82 PS പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഫ്യൂൽ എഫിഷ്യൻസി 19.3 ആണ് ആ ഒരു എഞ്ചിനിൽ കമ്പനി അവകാശപ്പെടുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമാണ് അത് അവൈലബിൾ ആയിട്ട് വരുന്നത്. എന്നാൽ നമുക്കൊരു ടർബോ വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ 1199 cc, 2 എഞ്ചിനും 3 സിലിണ്ടർ ആട്ടോ. വേണോ 3 സിലിണ്ടറുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതും ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. അത് 110 PS പവറും 190 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെയും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി 19.3 ആണ്. അതും ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അകത്തും മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ്. രണ്ടിൻ്റെയും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 30 ലിറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ളത്. ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ക്യാബിൻ എന്നുകൂടി വിശേഷിപ്പിക്കാം. ഇതാണ് സിട്രോൺ C3 ഷൈൻ എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതുവരെ ഉണ്ടായിരുന്ന സിട്രോൺ C3 അപേക്ഷിച്ച് കുറച്ചധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വന്നു. അതായത് ടെക് ഓറിയൻറ്റഡ് ഫീച്ചറുകൾ എക്സ്ട്രാ ആഡ് ചെയ്തു. കുറച്ചും കൂടി ഒരു കോസ്മെറ്റിക്സ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് സിട്രോൺ C3 വിശേഷങ്ങൾ. നമ്മൾ വളരെ പെട്ടെന്നൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്താണ്. അതായത് പുതിയതായിട്ട് വന്ന ഫീച്ചറുകളൊന്ന് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.